അഭിവന്ദ്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ. الحمد لله الملك الحق المبين ذي القوة المتين، والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. ബഹുമാനികളെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ആദ്യമായി ഈ മഹാസമ്മേളനം ഇവിടെ നടത്തുന്നതിന് നമുക്ക് സൗകര്യം ചെയ്തു തന്ന നമ്മുടെ ഈ രാജ്യത്തെ ഭരണകർത്താക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇത്രയും വലിയ ജനാവലി ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം ഒരേ ഒരു കാരണമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായോടുള്ള ഈ സമൂഹത്തിൻ്റെ അളവറ്റ സ്നേഹമാണ് ഈ ആളുകളോട് ഒരുമിച്ച് കൂടിയത്. ഈ ഒരു സ്വീകാര്യത, ഈ ഒരു സ്നേഹം ഈ സമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായോടുള്ള സ്നേഹം, അത് ഈ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100-ാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ്. 100 വർഷത്തെ അനുഭവങ്ങളിലൂടെ ജനങ്ങൾ, സമൂഹം സമസ്തയെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ച സമസ്തയെന്ന മഹാപ്രസ്ഥാനം അത് ദേശീയ തലത്തിൽ വളർന്നു. ഇന്ന് ദേശീയ, അന്തർദേശീയ തലത്തിൽ വളർന്ന് പന്തലിച്ച് അതിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇന്ന് സമസ്ത ലോക ജംഇയ്യത്തുൽ ഉലമയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ശക്തമായ ശബ്ദമാണ് സുപ്രഭാതം ദിനപത്രം. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈയുള്ളവൻ ഈ UAE-യിൽ ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ, ബഹുമാനപ്പെട്ട TM ബാപ്പു ഉസ്താദിൻ്റെ കൂടെ, കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ കൂടെ, അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെ കൂടെ, ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ കൂടെ, ഈ 4 വ്യക്തിത്വങ്ങളുടെ കൂടെ സുപ്രഭാതത്തിൻ്റെ ആദ്യകാല പ്രചരണത്തിന് വേണ്ടി UAE-യുടെ എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. അന്ന് സുപ്രഭാതത്തിൻ്റെ പ്രചരണവുമായി നടക്കുന്ന സമയത്ത് ദുബൈ KMCC ഞങ്ങൾക്കൊരു സ്വീകരണം നൽകുകയുണ്ടായി. ആ സ്വീകരണ യോഗത്തിൽ അന്ന് ഞാൻ പറഞ്ഞതായി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടങ്ങാൻ പോകുന്ന ഈ പത്രം സുപ്രഭാതം, അത് പത്രലോകത്ത് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കും.
മറ്റുള്ള എല്ലാ പത്രങ്ങൾക്കും അനുകരിക്കാൻ പറ്റുന്ന, പിന്തുടരാൻ പറ്റുന്ന, മറ്റു പത്രങ്ങൾക്കൊന്നും ഇല്ലാത്ത പുതിയ ഒരു മാതൃക പത്രലോകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിത സംഘടനകളിൽപ്പെട്ട ഒരു വലിയ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേൽനോട്ടത്തിൽ തുടങ്ങുന്ന ഏതൊരു കാര്യങ്ങളെപ്പോലെ തുടങ്ങുന്ന ഈ സുപ്രഭാതം ദിനപത്രവും അതൊരു പ്രത്യേകമായ മാതൃകാപരമായ ഒരു രീതിയിൽ തന്നെ, അത് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിവിടെ നടക്കും, അതിവിടെ ഉണ്ടാവും എന്ന് അതിപ്പോഴും അന്ന് പറഞ്ഞത് അനുസ്മരിക്കുകയാണ്. സുപ്രഭാതം പത്രത്തിൻ്റെ പോളിസി മുതൽ അതിൻ്റെ സകല കാര്യങ്ങളിലും വലിയ ശ്രദ്ധയോടുകൂടെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും 10 വർഷം 10 വയസ്സേ അതിനായിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക്, മാതൃകാപരമായ ഒരുപാട് ഉയരങ്ങളിലേക്ക് സുപ്രഭാതം ഉയർന്നു വരേണ്ടതുണ്ട്. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിൻ്റെ പോളിസിയുടെ ആദ്യത്തിൽ തന്നെ പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാടിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പത്രപ്രവർത്തന രീതിയാണിതെന്നാണ് നമ്മൾക്ക് വിശ്വാസമുണ്ടാക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ പറയുന്നത് 25-ാം വകുപ്പ് പറയുന്നത് വാർത്തകളാണ്. ഒരു പത്രത്തിന്, വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം, ദിനപത്രം, അതിന് ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് ഉയർത്താനും ഒരു സമൂഹത്തെ അധപ്പതനത്തിലേക്ക് ആഴ്ത്തിവിടാനും അതിനുള്ള സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒന്നാണ് പത്രം എന്ന് പറയുന്നത്. ഒരു വാർത്ത പല വിധത്തിലും ആ വാർത്ത പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. അതിൻ്റെ തലക്കെട്ടുകൾ, ഒരു വാർത്തയുടെ തലക്കെട്ട്, അത് പല വിധത്തിലും അത് സംവിധാനം ചെയ്യാൻ സാധിക്കും പത്രപ്രവർത്തകർക്ക്. സുപ്രഭാതത്തിൻ്റെ പോളിസിയുടെ അവസാനത്തിൽ പറയുന്നത് ഇവിടെ വാർത്തകൾ 2 തരത്തിലുള്ളതാണ്. ഒന്ന് നല്ല വാർത്തകൾ, ഒന്ന് മോശമായ സംഭവങ്ങളുടെ വാർത്തകൾ. ഈ വാർത്തകൾ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നന്മയുള്ള വാർത്തകൾ ആ നന്മയിലേക്ക് പ്രോത്സാഹനം നൽകുന്ന വിധത്തിലായിരിക്കണം. ആ സംഭവത്തിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, പിന്തിരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. വാസ്തവത്തിൽ ഇത് ഏതൊരു പത്രത്തിൻ്റെയും ബാധ്യതയാണ്. പക്ഷേ അധികവും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. ജനങ്ങൾക്ക് ആകർഷണീയത ഉണ്ടാവണം, ജനങ്ങൾക്ക് രസകരമായിരിക്കണം. ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരു നന്മയുള്ള ഒരു വാർത്ത, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥകൾ, ചരിത്രങ്ങൾ നബിയെ തങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. എന്തിനാണത്? ആ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട്, ആ ചരിത്രത്തിൻ്റെ അവതരണ രീതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നല്ല ചരിത്രങ്ങൾ പിൻപറ്റാനും തിന്മയുള്ള ആ ചരിത്രത്തിൽ നിന്ന്, ആ സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയാനും വേണ്ടിയാണത്. ഇതിന് മനഃശാസ്ത്ര വിദഗ്ധരായ ഏതൊരു പത്ര സമിതിയിലും മനഃശാസ്ത്ര വിദഗ്ധരായ ഒരു സംഘം ആളുകൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ നിലയിൽ ആ പത്രത്തിൻ്റെ വാർത്തകൾ അത് പ്രസിദ്ധീകരിക്കാനും സംവിധാനം ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെന്നാണ് സുപ്രഭാതത്തിൻ്റെ പോളിസിയുടെ അവസാന ഭാഗത്ത് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രത്യേകമായ രീതിയിൽ
ഒരു മാതൃകാപരമായ രീതിയിൽ നടത്തപ്പെടണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെയാണ് ഈ പത്രം നടത്തുന്നത്. സുപ്രഭാതത്തിന് 10 വയസ്സ് പ്രായമായി നമ്മുടെ പൂർവികരായ ഇതിനുവേണ്ടി അധ്വാനിച്ച നേതൃത്വം വഹിച്ച സമസ്തയുടെ മഹത്തുക്കൾ പലരും നമ്മളോട് യാത്ര പറഞ്ഞു. അവരൊക്കെ ഇന്ന് ഈ സമ്മേളനം അവർ കാണുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് ഒരണുമണി തൂക്കം കേടുവരാൻ പാടില്ല. അങ്ങനെയുള്ള വളരെ ആലോചിച്ച് ചിന്തിച്ച് കരുതലോടുകൂടെ നമ്മളുടെ സ്വന്തം ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും സംഘടനാ പ്രവർത്തനത്തിനും ഒക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുടക്കം, ഇനിയും ശബ്ദങ്ങൾ, ഇനിയും എഡീഷനുകൾ, സുപ്രഭാതത്തിന് ഇനിയും എഡീഷനുകൾ ധാരാളമുണ്ടാകണം. അതിന് അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.